അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ആ ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ കൂടി മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കേരള ഹൈക്കോടതിയുടെ ഏറെ നാളത്തെ വാദപ്രതിവാദങ്ങൾക്കെല്ലാം ഒടുവിലാണ് ഇന്ന് നിർണായകമായ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടനെ എതിർക്കുന്നവർക്ക് കനത്ത നിരാശയും അതുപോലെ രാഹുലിനെ കൊടുക്കാൻ പരാതിയുമായി ഇറങ്ങി തിരിച്ച യുവതിക്ക് വലിയ തിരിച്ചടി നൽകുന്ന ഒന്നാണ് ഈ വിധിയെന്ന് പറയാതെ വയ്യ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർക്ക് ഇത് വെറും ജാമ്യം മാത്രമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ വിജയം കൂടിയാണ്, ഒരു വലിയ ആവേശം കൂടിയാണ്. രാഹുലിന്റെ രാഷ്ട്രീയ തിരിച്ചുവരവിന് എല്ലാ പച്ചക്കൊടിയും കാണിക്കുന്ന ഒരുപാട് മാനങ്ങളുള്ള ഒരു വിധി തന്നെയാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ച് തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ചില നിബന്ധനകൾ കോടതി വെച്ചിട്ടുണ്ടെങ്കിലും അവയൊന്നും രാഹുലിനെ തളയ്ക്കാനുള്ളതോ തളർത്താനുള്ളതോ അല്ല. 1 ലക്ഷം രൂപയുടെ ബോണ്ടും 2 ആൾ ജാമ്യം ഹാജരാക്കി രാഹുലിന് നിയമപരമായി അന്തസ്സോടെ മുന്നോട്ട് പോകാമെന്നാണ് ഇതിലെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. പക്ഷേ ചാനലുകൾ മറ്റ് പലതരത്തിലൊക്കെ വാർത്തകൾ കൊടുക്കുന്നുണ്ടെങ്കിലും, അതായത് രാഹുലിന് തിരിച്ചടി ലഭിച്ചു, രാഹുലിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, അന്നേരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ടെങ്കിലും, എന്നാൽ അതൊന്നും അല്ല സത്യം. അങ്ങനെയല്ല കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ മാസം 16-ാം തീയതി രാവിലെ SITക്ക് മുമ്പിൽ ഹാജരാകണം എന്നതൊഴിച്ചാൽ ഇനി രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിടാനോ അല്ലെങ്കിൽ ഭേദ്യം ചെയ്യാനോ പിണറായി പോലീസിന് കഴിയില്ല എന്ന് കോടതി അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഉടൻ തന്നെ ജാമ്യം നൽകണമെന്ന കോടതിയുടെ നിർദ്ദേശം പോലീസിനേറ്റ കനത്ത പ്രകടനം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യത്തെ കേസിലായിരുന്നു ജാമ്യം ലഭിക്കാൻ ഇത്രയും താമസം നേരിട്ടത്. എന്നാൽ അപ്പോഴും രാഹുലിനെ അറസ്റ്റ് ചെയ്യരുതെന്ന ഉറച്ച നിലപാട് ഹൈക്കോടതി ആദ്യം മുതലേ സ്വീകരിച്ചിരുന്നു എന്നതാണ് നമ്മളിവിടെ കാണേണ്ടത്. 3 കേസുകളിലും കോടതിയുടെ ഇടപെടൽ രാഹുലിന് അനുകൂലമായി വന്നിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഈ പരാതിയിൽ കോടതി സുദീർഘമായ വാദങ്ങളെല്ലാം കേട്ടതാണ്, എല്ലാ വശങ്ങളും പരിശോധിച്ചത് കൂടിയാണ്. ഒരു കേസിന്റെ ട്രയൽ നടക്കുന്നത് പോലെ അത്രയും ആഴത്തിൽ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് കോടതി ഈ നിലപാടിലേക്കെല്ലാം എത്തിയിരിക്കുന്നത്. ഇതിൽ പരാതിക്കാരിയായ യുവതിക്ക് കിട്ടിയത് കനത്ത പ്രകടനം തന്നെയാണെന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിൽ അവർ കോടതിക്ക് മുമ്പിൽ കൂടുതൽ മറുപടികൾ പറയേണ്ടി വരികയും ചെയ്യും. ഈ വിധി വിശദമായി പരിശോധിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിൽ നിന്നും കുറ്റമുക്തനാകാനുള്ള എല്ലാ വഴികളും ഇതിൽ തന്നെ തെളിഞ്ഞു കിടക്കുന്നതായി കാണാനും കഴിയും. രാഹുലിനെതിരെ പീഡന പരാതിയുമായി വന്ന ഈ യുവതിയുടെ ഉദ്ദേശശുദ്ധിയെ പോലും സംശയിക്കേണ്ടി വരുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ ചില ഓഡിയോ ക്ലിപ്പുകളെല്ലാം പുറത്തുവിടുന്നു. രാഹുൽ ഭ്രൂണഹത്യ നടത്തിയെന്ന് മാധ്യമങ്ങളുടെ പ്രചരിപ്പിക്കുന്നു. റിപ്പോർട്ടർ ചാനലും ന്യൂസ് മലയാളവും 24 അങ്ങനെയുള്ള എല്ലാ ചാനലുകളും ഈ വാർത്ത എങ്ങനെയാണ് ആഘോഷിച്ചെന്ന് നമ്മളെല്ലാം കണ്ടതാണ്. CPMന് വേണ്ടി വിടിപണി ചെയ്യുന്ന ആ പ്രസ്ഥാനത്തിന്റെ അടിമകളായി മാറിയ ചില അവതാരകരാണ് ഈ വിഷയം ആളിക്കത്തിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു വെക്കുന്നത്. രാഹുൽ ഒരു സ്ത്രീ പീഡകനാണെന്നും പെണ്ണുപിടിയനാണെന്നും വരുത്തി തീർക്കാൻ വലിയ ശ്രമങ്ങളാണ് നടന്നതുമെല്ലാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ബോധപൂർവം ഈ വിവാദം കുത്തിപ്പൊക്കി രാഹുലിനെ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാനായിരുന്നു അവരുടെ എല്ലാം നീക്കമെന്നാണ് ആരോപണങ്ങളെല്ലാം. രാഹുൽ ഒളിവിൽ പോയെന്ന് മാധ്യമങ്ങൾ വാവിട്ട് നിലവിളിച്ചപ്പോൾ താൻ സാങ്കേതികമായി എവിടെയും ഒളിവിൽ പോയിട്ടില്ല എന്ന് രാഹുൽ കോടതിയിൽ വ്യക്തമാക്കുന്നുമുണ്ടായിരുന്നു. പിണറായിയുടെ പോലീസ് രാഹുലിനെ കണ്ടെത്താൻ കഴിയാത്തത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്, അത് രാഹുലിന്റെ കുറ്റമൊന്നുമല്ല. യുവതി കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് രാഹുലിന് വേണ്ടി അല്ലെങ്കിൽ രാഹുലിന് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും വാദിച്ചെങ്കിലും കോടതി അതൊന്നും ഗൗരവത്തിൽ പോലും എടുത്തില്ല. പ്രോസിക്യൂഷൻ ഹാജരായി രാഹുൽ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്ന് വരുത്തി തീർക്കാൻ കിണഞ്ഞ് ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതി ചോദിച്ച ചോദ്യങ്ങളെല്ലാം പ്രസക്തമായിരുന്നു. ആദ്യത്തെ കേസ് ഇതാണല്ലോ, ഈ കേസ് നടന്ന സമയത്ത് അയാൾക്ക് വേറെ ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് ഈ വാദം ഉന്നയിക്കുന്നതെന്നാണ് കോടതി ചോദിച്ചത്. അവിടെ തന്നെ സർക്കാരിന്റെ വാദങ്ങളെല്ലാം തകർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി. പരാതിക്കാരിയുടെ ഭാഗത്തുനിന്നുണ്ടായ പൊരുത്തക്കേടുകൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസത്തിന് ശേഷവും ഇവർ പാലക്കാട് ഒരുമിച്ച് കഴിഞ്ഞതും കൂടിക്കാഴ്ച നടത്തിയതും കോടതിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുമുണ്ട്. ക്രൂരമായി പീഡിപ്പിച്ച ഒരാളുടെ കൂടെ വീണ്ടും യാത്ര പോകാൻ ഒരാൾക്ക് എങ്ങനെ സാധിക്കുമെന്ന ചോദ്യം അവിടെ പ്രസക്തമായി ഉണ്ടാവുകയും ചെയ്തു. ഇത് കേവലം ഒരു പീഡന കേസല്ല, മറിച്ച് തകർന്നൊരു പ്രണയബന്ധത്തിന്റെ ബാക്കി പത്രമാണെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയായ 2 വ്യക്തികൾ ഉഭയസമ്മതത്തോടെ ഏർപ്പെട്ട ലൈംഗിക ബന്ധത്തെ ബലാത്സംഗമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ലെന്ന സുപ്രീം കോടതിയിലെ മുൻ ഉത്തരവുകൾ ഇവിടെ രാഹുലിന് തുണയായി മാറുകയും ചെയ്തു. ഗർഭചിത്രം നടത്തിയത് രാഹുലിന്റെ നിമ്പ്രത പ്രകാരമല്ല, അല്ലെങ്കിൽ രാഹുൽ നിർബന്ധിച്ചിട്ടല്ല, മറിച്ച് യുവതിയുടെ സമ്മതത്തോടെയായിരുന്നുവെന്ന് വാട്സപ്പ് ചാറ്റുകളിൽ നിന്നും വ്യക്തവുമാണ്. മാധ്യമ ജഡ്ജിമാർ നടത്തിയ വിചാരണയിൽ രാഹുൽ വലിയ കുറ്റവാളിയായിരുന്നു. അരുൺകുമാറിനെ പോലുള്ള അവതാരകർ പൂച്ചക്കുഞ്ഞിനെ പോലെ ശബ്ദമുണ്ടാക്കി നടത്തിയ നാടകങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അത് വലിയ ചർച്ചയായതുമാണ്. ഇവർ നടത്തിയ ഭീതി പ്രസ്താവം അല്ലെങ്കിൽ ഇവർ നടത്തിയിരുന്ന വിധി പ്രസ്താവങ്ങളെല്ലാം ശരിയായിരുന്നെങ്കിൽ രാഹുലിൽ നിന്ന് ജാമ്യമൊന്നും ലഭിക്കുകയും ചെയ്യില്ലായിരുന്നു. പക്ഷേ മാധ്യമ ജഡ്ജിമാർ പറയുന്നതല്ല യഥാർത്ഥ കോടതി വിധി കേൾക്കുന്നതെന്നും അല്ലെങ്കിൽ കോടതികൾ കേൾക്കുന്നതെന്നും ഈ വിധി തെളിയിച്ചിരിക്കുകയാണ്. രാഹുലിന്റെ വാദങ്ങൾ കോടതി മൊത്തത്തിൽ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. യുവതിയുടെയും പോലീസിന്റെ കള്ളക്കഥകൾ അവിടെ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യവും ഉണ്ടായി. ഈ വിധിയിലൂടെ രാഹുലിനൊരു ഇരപരിവേഷം കൂടി ലഭിച്ചിരിക്കുകയാണെന്നാണ് ഒരു വിഭാഗം ജനങ്ങളെല്ലാം പറയുന്നത്. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇര എന്നാണ് ഒരുപക്ഷെ പാലക്കാട്ടിലെ സ്ത്രീ ജനങ്ങൾ പോലും, പാലക്കാട് മാത്രമല്ല കേരളത്തിലെ ഒന്നടക്കമുള്ള
സ്ത്രീ ജനങ്ങൾ പോലും ഇത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് എന്നുള്ളത്. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയെന്ന് തന്നെയാണ് ഇവർ ആവർത്തിച്ച് വിശ്വസിക്കുന്നത്. തന്നെ വേട്ടയാടാൻ ശ്രമിച്ച സർക്കാരിനും അവർ ഒത്താശ ചെയ്ത മാധ്യമങ്ങൾക്കുമെതിരെയുള്ള രാഹുലിന്റെ പോരാട്ടത്തിന് ഈ വിധി കരുത്തേക്കുമെന്നാണ് ഇവർ പറയുന്നതുമല്ല. രാഹുൽ പഴയതിനേക്കാൾ ശക്തമായി രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുമെന്നും ഡിജിറ്റൽ തെളിവുകൾ സഹിതം താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ രാഹുലിന് ഈ വിധി വഴി തുറന്നിട്ടുമുണ്ട്. ഫോൺ സറണ്ടർ ചെയ്യാനും ശാസ്ത്രീയ പരിശോധനകളോട് സഹകരിക്കാനും രാഹുൽ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം തന്റെ പക്കൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്ന് അയാൾക്ക് ശക്തമായ ഉറപ്പുമുണ്ട്. രാഹുലിനെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചവർക്കുള്ള ശക്തമായ മറുപടി കൂടിയാണത്. ഈ വിധി വരാൻ വൈകിയ ഓരോ നിമിഷവും രാഹുലിനെ തകർക്കാൻ ശ്രമിച്ചവർക്ക് ആവേശം നൽകിയെങ്കിലും സത്യം പുറത്തു വന്നപ്പോൾ അവർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി വരുന്നത് ജനപിന്തുണയുടെ 10 മടങ്ങ് ശക്തിയുമായാണ്. രാഷ്ട്രീയ ഗൂഢാലോചനകൾക്ക് നീതിപീഠത്തിന്റെ മുൻപിൽ ആയുസില്ലെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നതാണ് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം പറയുന്നത്. മാത്രമല്ല, പരാതിക്കാരി ഉന്നയിച്ച ഓരോ ആരോപണവും ഉഭയസമ്മർദ്ദ പ്രകാരമുള്ള ഒരു ബന്ധത്തിന്റെ തകർച്ചയിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് കോടതി പരോക്ഷമായി പറഞ്ഞും കഴിഞ്ഞു. സർക്കാരും പോലീസും കെട്ടിപ്പൊക്കിയ വാദങ്ങളെല്ലാം ഹൈക്കോടതിയുടെ മുമ്പിൽ ചീട്ട് കൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. നീതി രാഹുലിനൊപ്പം തന്നെ നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇനി അംഗം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ഈ വിധിയെ രാഷ്ട്രീയപരമായി വിശകലനം ചെയ്താൽ രാഹുൽ ഇതൊരു പുതിയ ജീവിതം കൂടിയാണ്. ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് ഇത്തരമൊരു കറ മായ്ച്ചു കളയുക എന്നുള്ളത് വെല്ലുവിളികളാണെങ്കിലും കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് വലിയ ആശ്വാസം നൽകുകയും ചെയ്യുന്നുമുണ്ട്. പരാതി നൽകാനുണ്ടായ അനാവശ്യമായ കാലതാമസവും പോലീസ് കാണിച്ച അമിതാവേശവും കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ പരുങ്ങുന്നതായി കാണാൻ സാധിച്ചിട്ടുണ്ട്. യുവതിയും രാഹുലും തമ്മിലുള്ള ബന്ധം സുതാര്യമായിരുന്നുവെന്നും അത് പിന്നീട് വൈരാഗ്യത്തിലേക്ക് മാറിയതാണെന്നും ചാറ്റുകളെല്ലാം വ്യക്തമാക്കുന്നുമുണ്ട്. രാഷ്ട്രീയപരമായ പകപോക്കലിന് ഒരു സ്ത്രീയെ ആയുധമാക്കി മാറ്റിയ പിണറായി സർക്കാരിനും ഈ വിധി ഒരു തിരിച്ചടി തന്നെയാണെന്നാണ് കോൺഗ്രസ് അനുകൂലികളെല്ലാം പറഞ്ഞു വെക്കുന്നത്. ശാസ്ത്രീയമായി തന്നെ അന്വേഷണത്തിന് കോടതി അനുമതി നൽകിയതോടെ കേസ് ഘോഷ് ചെയ്യാനുള്ള സാധ്യതകളും വർദ്ധിച്ചു വരുന്നുണ്ട്. രാഹുൽ സജീവമായി പൊതുരംഗത്തേക്ക് വരുമ്പോൾ വേട്ടയാടപ്പെട്ട ഒരു നേതാവെന്ന നിലയിൽ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന സ്വീകാര്യത ഈ കേസിലൂടെ വർദ്ധിക്കാനേ സാധ്യതയുമുള്ളൂ. പ്രായപൂർത്തിയാർക്കിടയിലെ ബന്ധങ്ങളിൽ നിയമം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ഈ വിധി ഒരു പാഠപുസ്തകമായി മാറുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകുന്നതോടെ കൂടുതൽ രേഖകൾ പുറത്തു വരുമെന്നും കേസിന്റെ ദുരൂഹതകൾ നീങ്ങുമെന്നും ഇവിടെ രാഹുൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കാൻ ശ്രമിച്ചവർക്ക് ഈ വിധി അപ്രതീക്ഷിതമായിരുന്നു എന്നാണ് കോൺഗ്രസുകാരെല്ലാം പറയുന്നത്. 3 പീഡന കേസുകൾ ഒന്നിനു പിറകെ ഒന്നായി ചുമത്തി രാഹുലിനെ എന്നേക്കുമായി രാഷ്ട്രീയത്തിൽ നിന്നും തുടച്ചു നീക്കാൻ നോക്കിയവരുടെ മോഹം തന്നെ പൊലിഞ്ഞു പോയെന്നാണ് കോൺഗ്രസ് അനുകൂലികളെല്ലാം പറഞ്ഞു വെക്കുന്നത്. സത്യം എപ്പോഴും വിജയിക്കുമെന്നുള്ള ഉത്തമ ഉദാഹരണമായി ഈ കോടതി വിധി രാഹുലിന്റെ അനുയായികൾ കാണുകയും ചെയ്യുന്നുണ്ട്. പ്രണയബന്ധങ്ങൾ ക്രിമിനൽ കേസുകളാക്കി മാറ്റുന്ന പ്രവണതയ്ക്കെതിരെ കോടതികൾ നൽകിയ ഈ താക്കീത് കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങളെല്ലാം വരുത്തുകയും ചെയ്യും. ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഒരു കേസിനെ എങ്ങനെ രാഷ്ട്രീയമായുധമാക്കാമെന്ന് പിണറായി സർക്കാർ കാണിച്ചു തന്നു എന്നുള്ളതാണ്. എന്നാൽ നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. രാഹുലിന്റെ ഫോൺ വാങ്ങുന്നതും അയാളെ ചോദ്യം ചെയ്യുന്നതുമെല്ലാം ഡിജിറ്റൽ തെളിവുകൾക്ക് വേണ്ടിയാണെന്ന് കോടതി പറയുമ്പോൾ തന്റെ ഫോണിൽ താൻ നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന ചാറ്റുകളുണ്ടെന്ന് രാഹുൽ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇത് പോലീസിന് വലിയ തലവേദനയും ഉണ്ടാക്കും. വരും ദിവസങ്ങളിൽ രാഹുൽ കൊടുക്കുന്ന ഓരോ മൊഴിയും ഈ കേസിലെ ഓരോ കള്ളക്കഥയും തുറന്നു കാട്ടുന്നത് കൂടിയായിരിക്കുമെന്നാണ് കോൺഗ്രസ് അനുകൂലികളെല്ലാം പറയുന്നത്. മാത്രമല്ല, കേരളത്തിലെ തന്നെ യുവജന നേതാക്കളിൽ പ്രമുഖനായ രാഹുലിനെ വേണ്ടി കൊടുക്കാൻ വേണ്ടി ശ്രമത്തിലൂടെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തന്നെ പ്രതിരോധരാക്കാനായിരുന്നു ശ്രമങ്ങളെല്ലാം നടന്നത്. എന്നാൽ ഈ വിധി കോൺഗ്രസ് നൽകുന്ന ഊർജ്ജം ചെറുതൊന്നുമല്ല. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് മുതൽ രാഹുലിനെതിരെ നടന്ന ഓരോ പ്രചരണങ്ങളും ഈ ഒരു വിധിയോടെ അപ്രസക്തം കൂടിയായിരിക്കുകയാണ്. ഇനി രാഹുൽ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത ഇരട്ടി കൂടിയായിരിക്കും. ഈ കേസിനെ മെറിറ്റിലേക്ക് കൂടി കോടതി ഇപ്പോൾ കടന്നിട്ടില്ലെങ്കിലും കോടതിയുടെ നിരീക്ഷണങ്ങൾ രാഹുലിന് അനുകൂലമായി കാറ്റ് വീശുന്നു എന്നുള്ളതും വ്യക്തമായി ഇവിടെ പറയേണ്ടതുണ്ട്. ഒരു പെൺകുട്ടിയെ മുൻനിർത്തി ഇത്രയും വലിയ രാഷ്ട്രീയ നാടകം കളിച്ചവർ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടുമെന്നാണ് കോൺഗ്രസ്സുകാർ എല്ലാം പറയുന്നത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരിനി കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുകയും ചെയ്യും. കാരണം ചാനൽ ചർച്ചകളിൽ രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിച്ചവർക്ക് ഇപ്പോൾ മിണ്ടാട്ടമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏക ആയുധം ഈ കേസുകൾ കൂടിയായിരുന്നു. ആ ആയുധങ്ങളുടെ എല്ലാം മുന ഒടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. രാഹുലിനെ നേരിട്ടുള്ള വേട്ടയാടൽ അവസാനിക്കുന്നില്ലായിരിക്കാം. എന്നാൽ ഓരോ തവണയും നിയമം രാഹുലിന് വേണ്ടി തുണയാകുന്നത് ഇവിടെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. വരും കാലങ്ങളിൽ ഇത്തരം കേസുകൾ കൊണ്ടുവരുന്നവർക്ക് ഈ വിധി ഒരു താക്കീത് കൂടിയാകുമെന്നാണ് രാഹുൽ അനുകൂലികളെല്ലാം പറഞ്ഞു വെക്കുന്നത്. രാഷ്ട്രീയ പോരാട്ടം നേരിട്ടാകണം, അല്ലാതെ വ്യക്തിഹത്യയിലൂടെയും കള്ളക്കേസുകളുടെയും ആകരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിക്കുന്നത് അതിജീവനത്തിന്റെ കരുത്താണെന്നും തനിക്കെതിരെ ഉയരുന്ന ഓരോ ആരോപണത്തെയും നിയമപരമായി നേരിടാൻ അദ്ദേഹത്തിന് കഴിയുന്നുവെന്നും ജനങ്ങളുടെയും കോടതിയിൽ, അതായത് ജനങ്ങളുടെ കോടതിയിലും നിയമത്തിന്റെ കോടതിയിലും ഒരേപോലെ രാഹുൽ വിജയിച്ചു എന്നാണ് രാഹുൽ അനുകൂലികളെല്ലാം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, വരും കാല കേരള രാഷ്ട്രീയത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമായി രാഹുൽ മാറുമെന്നതിൽ യാതൊരു സംശയമില്ല എന്നും ഓരോ വാട്സപ്പ് ചാറ്റും ഓരോ യാത്രയും
രാഹുലിന്റെ നിരപരാധിത്വം വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. എതിരാളികൾ എത്ര തന്നെ ശ്രമിച്ചാലും സത്യത്തെ മൂടിവെക്കാൻ കഴിയില്ല. ഇനിയാണ് അംഗം തുടങ്ങാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കരുത്തോടെ, കൂടുതൽ ആവേശത്തോടെ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അദ്ദേഹത്തെ തടയാൻ നോക്കിയവർക്കെല്ലാം ഈ വിധി ഒരു തിരിച്ചറിവെന്നാണ് ഇവരെല്ലാം പറയുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് വിശ്വാസം കൂടുന്ന ഒരു വിധി കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കള്ളക്കേസുകൾ കൊടുത്ത് രാഷ്ട്രീയക്കാരെ തളയ്ക്കാമെന്ന് കരുതുന്നവർക്ക് ഇതൊരു തിരിച്ചടി കൂടിയാണ്. രാഹുലിന്റെ വിജയം സത്യത്തിന്റെ വിജയമാണെന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, രാഷ്ട്രീയ നീതിയുടെ വിജയമാണ്. വരും ദിവസങ്ങളിൽ രാഹുൽ നടത്തുന്ന ഓരോ നീക്കവും കേരളം ഉറ്റുനോക്കുകയും ചെയ്യും. താൻ നേരിട്ട അപമാനത്തിന് രാഹുൽ നൽകുന്ന മറുപടി എന്തായിരിക്കുമെന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയായാലും കേരള ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. പ്രായപൂർത്തിയായവർ തമ്മിലുള്ള ബന്ധങ്ങളെ പീഡനക്കേസാക്കി മാറ്റുന്ന കപട രാഷ്ട്രീയത്തിനെതിരെ വലിയൊരു പ്രതിരോധം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ആരെയും പേടിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും. നിയമത്തിന്റെ എല്ലാ പരിരക്ഷയും രാഹുലിന് ലഭിക്കുന്നുമുണ്ട്. പിണറായി പോലീസിന് ഇനി എന്ത് കള്ളക്കഥ മെനഞ്ഞാലും അത് കോടതിയിൽ നിലനിൽക്കുകയുമില്ല എന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയ നേതാവ് കൂടുതൽ കരുത്തരായി മാറുന്ന കാഴ്ച നാം ഇനി കാണാൻ പോവുകയാണ്. ഈ പോരാട്ടത്തിൽ രാഹുലിനൊപ്പം നിന്ന എല്ലാവർക്കും ഈ വിധി വലിയൊരു ആശ്വാസമാണ് നൽകുന്നതും. വരും ദിവസങ്ങളിൽ കൂടുതൽ ആവേശകരമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി കൂടി വരും. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുന്നു എന്നത് പഴയതിനേക്കാൾ കരുത്തോടു കൂടിയാണ്. ഈ രാഷ്ട്രീയ അംഗത്തിൽ രാഹുലിന് വിജയാശംസകൾ നേരുകയാണ് ഓരോരുത്തരും. മാത്രമല്ല, നിയമം അതിന്റെ കടമ നിർവഹിച്ചിരിക്കുന്നെന്നും ഇനി ജനങ്ങൾ അവരുടെ കടമ നിർവഹിക്കുമെന്നും രാഹുലിനെ തകർക്കാൻ നോക്കിയവർക്ക് ഇനി കാലം മറുപടി നൽകുമെന്നാണ് ഇവരെല്ലാം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ഈ കേസ് ഒരു തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെ കൂടി തുടക്കമാണ്. രാഹുൽ മാങ്കൂട്ടൽ എന്ന പേരിനി മാധ്യമ ജഡ്ജിമാർക്ക് അത്ര എളുപ്പത്തിൽ മായ്ച്ചു കളയാൻ കഴിയുകയുമില്ല. കാരണം സത്യം ജയിച്ചു, രാഹുൽ ജയിച്ചു എന്നാണ് ഇവരെല്ലാം പറയുന്നത്. മാത്രമല്ല, സർക്കാരിന്റെ സകല സന്നാഹങ്ങളും മാധ്യമങ്ങളും വളഞ്ഞിട്ട് ആക്രമണവും ഒരുപോലെ നേരിട്ടിട്ടും നിയമത്തിന്റെ കരുത്തിൽ പുറത്തു വരുന്ന രാഹുൽ പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന് നന്ദി കൂടി കുറിക്കുമെന്ന കാര്യം ഉറപ്പാണ്.